തെരഞ്ഞെടുപ്പിന് പിന്നാലെ കണ്ണൂരിൽ പാനൂരിൽ വടിവാൾ സംഘം നടത്തിയ ആക്രമണത്തിൽ ഒരു 5 CPM പ്രവർത്തകർക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരുന്നു. അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പാറാട് സ്വദേശികളായ അമൽ, ശ്രീജു, ജീവൻ, റനീഷ്, സച്ചിൻ എന്നിവരാണ് പിടിയിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അക്കാര്യത്തിലും നേരത്തെ പ്രകോപനം മറുഭാഗത്തു നിന്നുണ്ടായി എന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളിലേക്ക് പോയിരുന്നൊരു കാര്യം. അഭിജിത്ത് മുഴക്കുന്ന് ഇവർ വെറുതെ വടിവാളുമായിട്ട് പുറത്തിറങ്ങിയതല്ലെന്നും ആ സമയത്ത് UDF ചില പ്രവർത്തകർ അക്രമത്തിന് വന്നപ്പോൾ അവരെ പ്രതിരോധിക്കാൻ ഇറങ്ങിയതാണെന്നും ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ കേൾക്കുന്നുണ്ട്. എന്ത് തന്നെയാണെങ്കിലും ഈ വടിവാൾ വീശി അവിടെ ആക്രമണം നടത്തിയ 5 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അവരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? മറുഭാഗത്തു നിന്ന് എന്തെങ്കിലും അറസ്റ്റ് ഉണ്ടോ? അരുൺ, ഗുഡ് മോർണിംഗ്. ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ വലിയ സംഘർഷമാണ് കണ്ണൂർ പാറാടുണ്ടായത്. അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. LDF UDF പ്രവർത്തകർ പരസ്പരം കല്ലെറിയുകയും സ്ഫോടക വസ്തുക്കൾ എറിയുകയും ചെയ്തു. വടിവാൾ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളുമായി CPIM പ്രവർത്തകർ ഭീഷണിപ്പെടുത്തുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു. അരുൺ ചോദിച്ചതുപോലെ ഇരുവിഭാഗങ്ങളും പരസ്പരം പ്രകോപനം ഉണ്ടാക്കിയിട്ടുണ്ട്. അരുൺകുമാർ, ഏത് ഭാഗത്തു നിന്നാണ് ഇതിന്റെ തുടക്കമെന്ന് നമുക്ക് നിലവിൽ പറയാൻ കഴിയില്ല. പുറത്തു വന്ന ദൃശ്യങ്ങൾ പ്രകാരം ഇരുവിഭാഗവും ഇങ്ങനെ ഈ ഒരു പ്രകോപനത്തിലേക്ക് കടന്നിട്ടുണ്ട്. നിലവിൽ 5 പേരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൊളവല്ലൂർ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 60ഓളം CPIM പ്രവർത്തകർക്കെതിരെയാണ് കേസെടുത്തിരുന്നത്. നിരവധി UDF പ്രവർത്തകർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. കൂടുതൽ പേർ, ഇരുവിഭാഗത്തിൽ നിന്നുമുള്ള കൂടുതൽ പേർ പിടിയിലാകും എന്നുള്ളതാണ് പോലീസുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യവും. ഇവിടെ ഒരു കൂടുതൽ സംഘർഷത്തിലേക്ക് പോകാതെ കാര്യങ്ങൾ പിടിച്ചു നിർത്താൻ പോലീസിന് കഴിഞ്ഞു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ആദ്യത്തെ ദിവസത്തെ സംഘർഷം കഴിഞ്ഞ ദിവസമൊക്കെ ഈ ഫലപ്രഖ്യാപനം വന്നു. ആദ്യ ദിവസം സംഘർഷമുണ്ടായി. പക്ഷേ ഇന്നലെ ഏറെക്കുറെ സ്ഥിതി ശാന്തമായിരുന്നു. മറ്റ് അക്രമ സംഭവങ്ങളിലേക്കൊന്നും പോകാതെ നിലനിർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് പോലീസിനെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും കൂടുതൽ പേരുടെ അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ അറിയാനും കഴിയുന്നത്. അരുൺകുമാർ, ഓക്കെ, ഇതാണ് പ്രശ്നം. ഈ വൈകാരികമായിട്ടൊക്കെ പ്രതികരിച്ചിട്ടേ തെരഞ്ഞെടുപ്പിൻ്റെ പരിപാടി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വേണ്ടുന്നൊരു സമവായം വേണ്ടത്. നമ്മൾ കഴിഞ്ഞ ദിവസവും പറഞ്ഞതാണ്, ഒന്നാമതെത്തുന്നയാൾ രണ്ടാമതെത്തുന്നയാളെ കൊല്ലുന്ന പരിപാടിയല്ല തെരഞ്ഞെടുപ്പ് എന്നുള്ളത്. രണ്ടാമതെത്തിയ ആൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഒന്നാമതെത്തിയതെന്ന് തിരിച്ചറിവ് കൂടിയാണല്ലോ ജയം.